പത്തനംതിട്ട ചിറ്റാറിലെ സന്ദീപിന്റേത് കൊലപാതകമെന്ന് പോലീസ്. വിവാഹിതയായ യുവതിയുമായുള്ള അടുപ്പമാണ് കൊലയ്ക്ക് കാരണം. സംഭവത്തിൽ യുവതിയുടെ അച്ഛൻ അട്ടത്തോട് സ്വദേശി കൃഷ്ണൻകുട്ടി, സുഹൃത്ത് ഗോപി എന്നിവരെ പ്രതി ചേർത്തു. അതിക്രൂരമായ മർദ്ദനമാണ് സന്ദീപിനേറ്റത് എന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാരിയല്ലുകൾ മർദ്ദനമേറ്റൊടിഞ്ഞ് ആന്തരിക അവയവങ്ങളിലേക്ക് തുളച്ചു കയറിയിരുന്നു. കുഴിയിലേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് തലയ്ക്കും ഗുരുതര പരിക്കേറ്റു. പോസ്റ്റ്മോർട്ടത്തിലെ ഈ കണ്ടെത്തലാണ് കൊലപാതകമെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. കൊലപാതകമെന്ന സംശയം തുടക്കം മുതൽ കുടുംബം ഉന്നയിച്ചിരുന്നു. സമീപവാസിയും വിവാഹിതയുമായ യുവതിയുമായി സന്ദീപിന് അടുപ്പമുണ്ടായിരുന്നു. ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സന്ദീപ് തീരുമാനിച്ചിരുന്നു. അതിന്റെ വൈരാഗ്യത്തിൽ യുവതിയുടെ അച്ഛൻ കൃഷ്ണൻകുട്ടിയും സുഹൃത്ത് ഗോപിയും ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൊലപാതകത്തിനു ശേഷം കാറിൽ കടന്നുകളഞ്ഞ പ്രതികളെ നാട്ടുകാർ നൽകിയ സൂചന പ്രകാരം രാത്രി തന്നെ പിടികൂടിയിരുന്നു. നായാട്ടു സംഘം കൂടിയായ ഇവരെ വനമേഖലയിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ വാഹനത്തിൽ നിന്നും നാടൻ തോക്കും അതിൽ നിറയ്ക്കുന്ന മരുന്നും മറ്റായുധങ്ങളും കണ്ടെടുത്തിരുന്നു. തോക്കുൾപ്പെടെ ആയുധങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ആംസ് ആക്ട് ചുമത്തിയാണ് ആദ്യം കേസെടുത്തത്. മരണകാരണം സംബന്ധിച്ച് വ്യക്തത വന്നതോടെ പോലീസ് നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. നാടൻ തോക്കിന്റെ പാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചതായി പ്രതികൾ മൊഴി നൽകി. പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമെന്ന് വ്യക്തമായതോടെ അസ്വാഭാവിക മരണത്തിനെടുത്ത എഫ്ഐആറിൽ പോലീസ് മാറ്റം വരുത്തും. ആയുധം കൈവശം വെച്ച കേസിൽ റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും കൊലപാതകം ഉൾപ്പെടെ വകുപ്പുകൾ ചേർത്ത് പുതിയ കേസെടുക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി.